ഹലോ ഫ്രണ്ട്സ്, സ്പിരിച്വൽ ഡോട്ട്സിലേക്ക് സ്വാഗതം. നിങ്ങൾക്കറിയാമോ, ഇന്ന് എല്ലാവരും സംസാരിക്കുന്ന ഒരു വാക്കാണ് മാനിഫെസ്റ്റേഷൻ. ഇത് അതിഗംഭീരമായ ഒരു ആശയമാണ് അല്ലേ? അതിനുവേണ്ടി തന്നെ അതിന് ശരിയായ സമീപനം വേണം. ഈ വീഡിയോയിൽ മാനിഫെസ്റ്റേഷന്റെ 3 പവർഫുൾ ടെക്നിക്കുകളെ കുറിച്ചാണ് പറയുന്നത്. ഞാനിത് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, എന്നാൽ ഒന്നുകൂടി ക്ലാരിറ്റിയിൽ പറയാം. ആദ്യം നിങ്ങളുടെ ലക്ഷ്യം നിർണ്ണയിക്കണം. അതിന് ശക്തമായ ശ്രമം ആവശ്യമാണ്. എന്നാൽ മാനിഫെസ്റ്റേഷനോ നാച്ചുറൽ ഫ്ലോ ആയിട്ട് നടക്കുകയും വേണം. അതായത് അധികം സമ്മർദ്ദങ്ങളൊന്നുമില്ലാതെ, എന്ന് വെച്ചാൽ സ്ട്രെയിൻ ഒന്നും അധികം ഇല്ലാതെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നടക്കണം. അങ്ങനെയല്ലേ വേണ്ടേ? അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടുന്ന 3 ടെക്നിക്കുകൾ പറയാം. അതിൽ ഒന്നാമത്തെ ടെക്നിക്കാണ് മോർണിംഗ് റൈറ്റിംഗ് ടെക്നിക്ക്. എഴുത്തിലൂടെ മനസ്സിന്റെ തടസ്സങ്ങൾ നീക്കുക. ദിവസവും രാവിലെ 10 മുതൽ 20 മിനിറ്റ് മനസ്സിലുണ്ടാകുന്ന എല്ലാ ചിന്തകളും എഴുതുക. അതിന് പ്രത്യേക വ്യാകരണ ശുദ്ധിയൊന്നും ആവശ്യമില്ല. നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നതെല്ലാം എഴുതാം. ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ള ഭയവും സംശയങ്ങളും കുറഞ്ഞ് സൃഷ്ടിപരമായ സ്വാഭാവിക അവസ്ഥയിലേക്ക് പ്രവേശിക്കാൻ കഴിയും. അത് മനസ്സിലായില്ലെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു കുപ്പി മലിനജലം ശാന്തമാക്കിയാൽ മാത്രമേ അതിൽ നിന്ന് നമുക്ക് ശുദ്ധജലം ലഭിക്കുള്ളൂ, അല്ലേ? അതുപോലെ എഴുതി തുടങ്ങുമ്പോൾ മനസ്സിലെ അസ്വസ്ഥതകൾ നീങ്ങി നിങ്ങളുടെ ശരിയായ ലക്ഷ്യം കണ്ടെത്താൻ നിങ്ങളെ സഹായിക്കും. ഈ ടെക്നിക്കാണ് മോർണിംഗ് റൈറ്റിംഗ് ടെക്നിക്ക്. ഇനി അടുത്തതായിട്ട് രണ്ടാമത്തെ ടെക്നിക്ക് അഫർമേഷൻ. ശരിയായ രീതിയിൽ അഫർമേഷൻസ് ഉപയോഗിച്ചാൽ അതിന് അതിശയകരമായ ഫലങ്ങൾ ഉണ്ടാവും, ഉറപ്പാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും തെറ്റായ രീതിയിലും അഫർമേഷൻസ് ഉപയോഗിക്കുന്നുണ്ട്. തെറ്റായ വഴി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പോലും മനസ്സിലാകാതെ, നമ്മൾ എന്താ പറയുന്നത് എന്നതിൻ്റെ അർത്ഥം പോലും മനസ്സിലാക്കാതെ വാചകങ്ങൾ വായിക്കുക. അതാണ് തെറ്റായ രീതി. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് അതിനൊരു ഗുണവും കിട്ടില്ല. നമ്മുടെ ആഗ്രഹങ്ങളൊട്ടും നടക്കുകയില്ല. അത് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. പക്ഷേ നമുക്ക് മാനിഫെസ്റ്റേഷൻ വല്ലതും നടക്കുമോ? ഇല്ല. അപ്പോൾ ശരിയായ വഴി എന്താണ്? നിങ്ങളുടെ മനസ്സിലുള്ള നെഗറ്റീവ് വിശ്വാസങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനുശേഷം അഫർമേഷൻസ് ക്രിയേറ്റ് ചെയ്യുക. അതിന് ഞാനൊരു ഉദാഹരണം പറയാം. അതായത് ഒരു പ്രണയം പരാജയപ്പെട്ട ഒരാൾക്ക് അയാളുടെ മനസ്സിൽ ഞാൻ പ്രണയത്തിന് അർഹനല്ല എന്ന ചിന്ത ഉണ്ടാവുമല്ലോ, ഇല്ലേ? അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ നെഗറ്റീവ് വിശ്വാസം. അപ്പോൾ അത് തിരിച്ചറിഞ്ഞ് അതിന് പ്രതിരോധമായി ഞാൻ സ്നേഹത്തിനും സംരക്ഷണത്തിനും അർഹനാണ് എന്ന അഫർമേഷൻ ആവർത്തിക്കണം. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? അപ്പോൾ അഫർമേഷൻ ഉപയോഗിക്കുന്നതിലുള്ള ശരിയും തെറ്റും മനസ്സിലായില്ലേ? അതിനനുസരിച്ച് വേണം. അതായത് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും നെഗറ്റീവ് തോട്ട് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള അഫർമേഷൻസ് ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. പിന്നെ രണ്ടാമത് തെറ്റായ രീതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പോലും അറിയാതെ നമ്മൾ ഉപയോഗിക്കുന്നത്, അതും തെറ്റായ രീതിയാണ്. ഇത് രണ്ടും മനസ്സിലായില്ലേ? മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി മൂന്നാമത്തെ ടെക്നിക്കാണ് വിഷ്വലൈസേഷൻ. വിഷ്വലൈസേഷൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും ഇതൊരു പവർഫുൾ ടെക്നിക്കാണ്. അത് ഞാൻ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങളുടെ സ്വപ്ന ജീവിതം മനസ്സിൽ ആവിഷ്കരിക്കുക. നിങ്ങളുടെ ഭാവി, അതായത് ഫ്യൂച്ചർ, സൂക്ഷ്മമായി വിഷ്വലൈസ് ചെയ്യുക. ശബ്ദം, ഗന്ധം, സ്പർശം എന്നീ ഫീലിങ്സ് ഉൾപ്പെടുത്തി വേണം നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാൻ. എക്സാമ്പിൾ പറയാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതശൈലി, വീടിൻ്റെ രൂപം, ജോലിയിലെ വിജയങ്ങൾ, ഇതെല്ലാം മനസ്സിൽ ആവർത്തിച്ച് ജീവിച്ച് നോക്കുക.
ഇത് ശാസ്ത്രീയമായി തെളിയിച്ചതാണ്. നിങ്ങൾ മനസ്സിൽ സൃഷ്ടിച്ച കാഴ്ചകൾ യഥാർത്ഥ ജീവിതത്തിൽ രൂപപ്പെടും എന്നുള്ളത്. നിങ്ങൾ ഈ 3 ടെക്നിക്സും പരീക്ഷിച്ചാൽ അതിൻ്റെ ഫലം നിങ്ങൾക്ക് ഉറപ്പായി ലഭിക്കും. നിങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങൾ കമൻറ്റിൽ പങ്കുവെക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.